രുദ്രന്റെ മുഖം കഴുത്തിടുക്കിൽ ആധിപത്യം സ്ഥാപിക്കുന്നതറിഞ്ഞതും നിദ്ര അവനെ ആഞ്ഞു തള്ളി. കിതപ്പോടെ കത്തുന്ന കണ്ണുകളോടെ നിദ്ര അവനെ നോക്കി. രുദ്രൻ അവളുടെ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയിരുന്നു. ഞാൻ പറഞ്ഞതല്ലേ ഞാൻ മറ്റൊരുത്തനുമായി ഇഷ്ടത്തിലാണെന്ന്, എന്നെ തുടരുത്. രൂക്ഷമായി അവനെ നോക്കി പറയുന്ന നിദ്രയെ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എത്രയൊക്കെ ദേഷ്യമുള്ളിൽ നിറഞ്ഞാലും തൻ്റെ ഒരു നോട്ടത്തിലും തലോടലിലും തളർന്ന് കയ്യിൽ വീഴുന്ന പെണ്ണാണ്. അവൾക്കിന്ന് വാക്കുകളിൽ ഇത്രയ്ക്ക് മൂർച്ച അതവൻ്റെ നെഞ്ചിലൊരു കൂടം കൊണ്ടടിച്ച് പ്രതീതിയായിരുന്നു. നിദ്രേ, നീ തമാശ മതിയാക്കിക്കേ, എനിക്കിത് പറ്റില്ല കേട്ടോ. നേരം പോക്കിനാണെങ്കിൽ കൂടി നീ മറ്റൊരുത്തൻ്റെയാണെന്ന് കേട്ടിരിക്കാൻ എനിക്ക് വയ്യ. രുദ്രൻ്റെ വാക്കുകൾക്ക് മൂർച്ചയേറി. തമാശയല്ലെങ്കിലോ? നിദ്ര വിടാൻ ഒരുക്കമല്ലായിരുന്നു. അവൻ്റെ ഹൃദയത്തിൽ തുളഞ്ഞു കയറുന്നത് പോലെ നിദ്ര പിന്നെയും പിന്നെയും വാക്കുകൾ കൊണ്ട് അവനെ പ്രഹരിച്ചു മുറിവേൽപ്പിച്ചു രസിച്ചു. എന്നോട് കാത്തിരിക്കണമെന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. വിളിക്കാതെയും മെസ്സേജ് ചെയ്യാതെയും ഇരുന്നതിനെന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തന്നു. എന്നിട്ടിപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ? നിദ്ര കിതപ്പോടെ അവനെ നോക്കി ചോദിച്ചു. രുദ്രൻ ഒരൊറ്റ കുതിപ്പിൽ അവളുടെ 2 കൈകളും അവൻ്റെ ഒറ്റ കൈയിൽ കൂട്ടിപ്പിടിച്ചു. പറഞ്ഞിരുന്നില്ലേ ഞാൻ? കാത്തിരിക്കാൻ പറഞ്ഞിട്ടല്ല നിന്നെ വിട്ടത്. രുദ്രൻ്റെ ദേഷ്യം വാക്കുകളിൽ ചിതറി. നിദ്ര ആവതും അവൻ്റെ കയ്യിൽ നിന്നും സ്വന്തം കൈകൾ മോചിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എനിക്കറിയില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ നിദ്ര അത് പറയുമ്പോൾ അവൻ അവളെ മനസ്സിലാകുന്നില്ലായിരുന്നു. മെല്ലെ അവൻ്റെ കൈകൾ അയഞ്ഞു. നിദ്ര പിടക്കുന്ന കണ്ണുകളോടെ അവനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ കണ്ണുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തെല്ലാമോ ഭാവങ്ങൾ. വേദനയാണോ നഷ്ടബോധമാണോ ഒന്നും അവൾക്ക് തിരിച്ചറിയാൻ വയ്യ. ഞാൻ നിന്നെ വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്നതൊക്കെ സത്യമായിരുന്നു. പക്ഷെ നിന്റെ ഓരോ നിഴൽ അനങ്ങുന്നതും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എല്ലാ മാസവും നിന്നെ ഞാൻ അകലങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. നിന്റെ യാത്രയ്ക്ക് ഞാനൊരു തടസ്സമാകരുതെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. നേർത്ത സ്വരത്തിൽ രുദ്രൻ പറഞ്ഞു. നിദ്ര മുഖം വെട്ടിച്ച് എങ്ങോട്ടൊക്കെയോ നോക്കി. ആലസ്യം നിന്നപ്പോൾ രുദ്രൻ്റെ ഹൃദയ ചൂണ്ട കൊളുത്തിട്ട് വലിച്ചതുപോലെ നേറി. പക്ഷെ നീ പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് ചിന്തിക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. നിന്റെ ഓരോ കൂട്ടുകാരികളെയും എനിക്കറിയാം. നീ എന്നൊക്കെ ആരോടൊക്കെ ഒപ്പം പോയിട്ടുണ്ട് പുറത്തേക്കെന്നറിയാം. അതിലൊരു ദിവസം പോലും നീ ഡേവിഡ് ഉണ്ടായിട്ടില്ല നിന്റെയൊപ്പമെന്ന് എനിക്കറിയാം. അവളെ തന്നെ തറച്ചു നോക്കി ഉറപ്പോടെ രുദ്രൻ പറഞ്ഞപ്പോൾ നിദ്ര പതറിപ്പോയി. പെട്ടെന്ന് കിട്ടിയ ഒരു ധൈര്യത്തിൽ അവൾ അവനെ തുറിച്ചു നോക്കി. ഞങ്ങൾ ഫോണിലൂടെയായിരുന്നു പ്രണയിച്ചത്, അതോ ഇനി എൻ്റെ ഫോൺ കൂടി ഹാക്ക് ചെയ്തിരുന്നോ? നിദ്ര അവൻ്റെ കണ്ണുകളിൽ ഉറ്റുനോക്കി ചോദിച്ചപ്പോൾ രുദ്രൻ്റെ കണ്ണുകളിൽ ഒരു നടുക്കം പ്രകടമായി. അവനില്ലെന്ന് മെല്ലെ തലയാട്ടി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവനെ നോക്കാതെ വെട്ടിത്തിരിഞ്ഞുകൊണ്ട് ബാഗുമായി നിദ്ര അവിടം വിട്ടു. പിന്നിൽ വാതിൽ ഉറക്കി അടയുന്ന ശബ്ദം നിദ്ര കേട്ടു. പിന്നീട് സിംഹത്തിൻ്റെ ഗർജനം പോലെ ഒരു അലർച്ചയും മുറിക്കുള്ളിൽ നിന്ന് അവൾ കേട്ടിരുന്നു. നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഇനിയും അവളെ കൊണ്ട് വയ്യായിരുന്നു അവനെ വേദനിപ്പിക്കാൻ. കൂട്ടുകാരികളുടെ മുറിയിലേക്ക് ചെന്നതും അവരവിടെ കിടക്കയിൽ വിശാലമായി നടുനിവർത്തി കിടക്കുകയാണ്. അവൾ കിടക്കയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ആനയുടെ തോളിൽ മുഖം ചേർത്ത് നിദ്ര പൊട്ടിക്കരഞ്ഞുപോയി. അവരെല്ലാം ചാടി എഴുന്നേറ്റിരുന്നു. എന്താണ് കാര്യമെന്നറിയാതെ അവർ പരസ്പരം നോക്കുന്നുണ്ട്. എന്താടാ, എന്താ പറ്റിയേ? ആ സിനിമ നടൻ നിന്നെ ചീത്ത പറഞ്ഞു, പറ. ആനി ഉത്കണ്ഠയോടെ തിരക്കി. നിറഞ്ഞു വരുന്ന മിഴികൾ തുടയ്ക്കാൻ മെനക്കാടാതെ നിദ്ര ഇല്ലെന്ന് വിലങ്ങനെ തലയാട്ടി. പിന്നെന്താ, ഉപദ്രവിച്ചോ ആ കാട്ടാളൻ നിന്നെ? ലയ തിരക്കി. അതിനും നിദ്ര ഇല്ലെന്ന് തലയാട്ടി. പിന്നെയും അവർ കുത്തി കുത്തി ചോദിച്ചപ്പോൾ നിദ്ര പറയാൻ തുടങ്ങി. മതിയാക്കാം ഈ നാടകം, എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ മരിച്ചു പോകും. നിദ്ര കണ്ണീർ വാർത്തു. കൂട്ടുകാരികളെല്ലാവരും പരസ്പരം നോക്കി. ആനി അവളെ ദേഷ്യത്തോടെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. ഇത്ര വർഷം നീ വേറൊരു രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെട്ടപ്പോൾ നിന്റെ സിനിമാ നടൻ ഒരു ഫോൺ കോളെങ്കിലും ചെയ്തോ? പോട്ടെ, ഒരു മെസ്സേജെങ്കിലും. അപ്പോൾ അവനൊന്ന് ചിരിച്ച് കാണിച്ച് ആ കണ്ട നാൾ മുഴുവൻ വിഷമിച്ച് നിന്റെ പരിഭവം വേദനകളും തീർന്നോ? അത്രയും ഉണ്ടായിരുന്നുള്ളൂ നിന്റെ വേദനകൾ. അല്ലെന്നറിയാം അവൾക്ക്. നെഞ്ച് പറയുന്ന വേദനയിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ തള്ളി നീക്കിയ ദിനങ്ങൾ. അന്ന് അനുഭവിച്ച മനപ്രയാസമൊന്നും അവൾക്കിപ്പോൾ ഓർക്കാൻ തന്നെ വയ്യ. നിദ്ര ഒന്നും മിണ്ടിയില്ല. എങ്കിൽ ഈ ഒരാഴ്ച ഞങ്ങളിവിടെ ഉള്ളിടത്തോളം കാലം നീ അവനുമായി മിണ്ടാൻ പോകരുത്, കേട്ടല്ലോ? അനീറ്റ കട്ടായം പറഞ്ഞു. നിദ്രയുടെ മനസ്സിൽ മറ്റെന്തോ ആയിരുന്നു. എന്തിനോ അവൾ തലയനക്കി കാണിച്ചു. പിന്നീട് അവരെല്ലാവരും ചേർന്ന് ഡൈനിങ് ഹാളിലായിരുന്നു കണ്ടുമുട്ടിയത്. രുദ്രൻ ഗായത്രി ദേവിയുടെ നിർബന്ധപ്രകാരമാണ് അങ്ങോട്ടേക്ക് ചെന്നത്. അവൻ നോക്കുമ്പോൾ ഡേവിഡ് മഹാദേവനുമായി കളി തമാശകൾ പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്നുണ്ട്. രുദ്രൻ്റെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അവൻ വെട്ടിത്തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങിയതും ഗായത്രി ദേവി അവനെ ബലമായി പിടിച്ച്
കസേരയിലിരുത്തിയിട്ട് ദയനീയമായി അവനെ നോക്കി. അത്യധികം ക്ഷമ കൈവരിച്ചുകൊണ്ട് രുദ്രൻ മെല്ലെ ചുറ്റും നോക്കുകയായിരുന്നു. നിദ്ര അവനെ ശ്രദ്ധിക്കാതെ ഡേവിഡിനെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് കലങ്ങി തുടങ്ങിയിരുന്നു. അവൻ്റെ ഭാവങ്ങളെല്ലാം കൃത്യമായി ഒപ്പിയെടുത്ത് അവളോട് പറഞ്ഞുകൊണ്ട് അടുത്ത് തന്നെ ആനിയിരുന്നിരുന്നു. എങ്കിൽ പിന്നെ നമുക്കതങ്ങ് ഉറപ്പിച്ചേക്കാമല്ലേ? എന്ത് പറയുന്നു ഗായത്രി, നിനക്ക് സമ്മതമല്ലേ? മഹാദേവൻ വല്ലാത്തൊരു ചിരിയോടെ ഗായത്രി ദേവിയെ നോക്കി ചോദിച്ചു. ഗായത്രി ദേവി മകനെ ഒന്ന് പാളി നോക്കിയപ്പോൾ ആ ടേബിൾ മുഴുവൻ അവൻ അടിച്ചു തകർക്കുമോ എന്നൊരു ഭയം അവരിലുണ്ടായി. അതിപ്പോ നിദ്രമോൾക്ക് പയ്യനെ ഇഷ്ടമായ സ്ഥിതിക്ക് അവർ പറഞ്ഞു മുഴുമിപ്പിക്കാതെ എല്ലാവരെയും മാറി മാറി നോക്കി. ഒട്ടും വൈകണ്ടെന്നാ എനിക്ക്. ഇവൾക്ക് ഇനി തിരികെ പോകേണ്ട കാര്യവുമില്ലല്ലോ. പുതിയൊരു കമ്പനി ഇട്ടിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യട്ടെ. മാനേജിങ് ആണെങ്കിൽ അങ്ങനെ, അതോ വേറെ വല്ലതോ. അതിൻ്റെ താമസം മാത്രമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ ഉടനെ നമുക്കങ്ങ് കെട്ടു നടത്താം. ഡേവിഡ് മോൻ്റെ വീട്ടിൽ ഇനി ജാതി വേറെ ആയതുകൊണ്ട് പ്രശ്നം വല്ലതും കാണുമോ? മഹാദേവൻ വലിയ ഉത്സാഹത്തിലായിരുന്നു. നോ അങ്കിൾ, വീട്ടിലെല്ലാവരും വളരെ ലിബറലാണ്. ജാതി മതം ഒന്നും പ്രശ്നമല്ല. ഡേവിഡ് പറയുന്നത് കേട്ടപ്പോൾ രുദ്രൻ്റെ മുഖത്തെ ചോര ഇരച്ചു കയറിക്കൊണ്ടിരുന്നു. കയ്യിലിരുന്ന സ്റ്റീലിൻ്റെ ഫോർക്ക് അവൻ്റെ വിരലുകളുടെ സമ്മർദ്ദം കൊണ്ട് വളഞ്ഞൊടിഞ്ഞു. അവനത് പ്ലേറ്റിലേക്ക് ഉറക്കെ വെച്ചിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു. നിദ്ര ഞെട്ടലോടെ മുഖം ഉയർത്തി നോക്കുമ്പോഴും രുദ്രൻ പോയി കഴിഞ്ഞിരുന്നു. ഉദ്യോഗത്തോടെ അവൾ ആനയെ നോക്കിയതും ഒന്നുമില്ലെന്ന് അവൾ കണ്ണ് കാണിച്ചു. എങ്കിലും നിദ്രയ്ക്ക് വല്ലാതെ ആദി കയറി തുടങ്ങിയിരുന്നു. രാത്രി രുദ്രൻ ഭക്ഷണം കഴിക്കാൻ വന്നില്ലെന്ന് നിദ്ര ശ്രദ്ധിച്ചു. സൂപ്പർ സ്റ്റാറിനെ കണ്ടില്ലല്ലോ. എന്താ അമ്മേ, ആൾ ഡയറ്റിലാണോ? നീനിമ ഗായത്രി ദേവിയെ നോക്കി ചോദിച്ചു. അവൻ ഇടയ്ക്കൊക്കെ അങ്ങനെയാ. നിദ്രമോൾ പോയതിൽ പിന്നെ ഭക്ഷണമൊക്കെ ചുരുക്കി. വെറും തോന്നിവാസം മാത്രം അതിൽ പിന്നെ. ഗായത്രി ദേവി പറഞ്ഞ ശേഷമാണ് മഹാദേവനെ നോക്കുന്നത്. അവർ നാവ് കടിച്ചു പോയി. നിദ്ര ആകെ വല്ലാതെയായി. ഭക്ഷണം കഴിഞ്ഞതും എല്ലാവരും കിടക്കാൻ പോയപ്പോൾ നിദ്ര ഉറക്കം വരാതെ ചുറ്റിത്തിരികയായിരുന്നു. എല്ലാവരും ഉറങ്ങിയപ്പോൾ നിദ്ര മെല്ലെ എഴുന്നേറ്റ് നടന്ന് രുദ്രൻ്റെ മുറിയിലെത്തിയതും അത് പാതിചാരിയ നിലയിലായിരുന്നു. മെല്ലെ നിദ്ര അത് തള്ളി തുറന്ന് അകത്തേക്ക് കയറിയതും ഗായത്രി ദേവിയുടെ ശബ്ദം മുറിയിൽ നിന്നും ഉയർന്നു കേൾക്കാനായി. കൂടെ രുദ്രനുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ നിദ്ര അവരുടെ സംസാരത്തിന് കാതോർത്തു. നീ ഇങ്ങനെ കുടിച്ച് നശിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണോ മോനെ? എത്ര നേരമായി തുടങ്ങിയിട്ട്? ഗായത്രി ദേവിയുടെ ആവലാതി നിറഞ്ഞ സ്വരം കാതിൽ വീണതും നിദ്രയുടെ നെഞ്ചിലൊരു പിടപ്പുണ്ടായി. രുദ്രൻ എന്തെങ്കിലും വിഷമമോ വേദനയോ മനസ്സിൽ തട്ടിയാൽ ഉടനെ കുടിക്കാൻ ആരംഭിക്കുമെന്ന് അവൾക്കറിയാം. ആ മദ്യപാനത്തിന് കണക്കൊന്നും അവൻ വെക്കാറില്ല. കുടിച്ചു കുടിച്ച് ബോധം പോകുന്നത് വരേക്കും പിറ്റേ ദിവസമാകുമ്പോഴേക്കും കുപ്പികൾ നിരന്നിരുന്നു കാണാം. അതിൻ്റെ നടുവിൽ ബോധമില്ലാതെ രുദ്രനും. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് നാളുകളിൽ മാത്രമാണ് അവനെ അങ്ങനെ കണ്ടിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ അവൾക്ക് ഭയമാണ്. അങ്ങോട്ടേക്ക് പോകണോ വേണ്ടയോ എന്നൊരു സംശയത്തോടെ കാലുകൾ നിലത്തുറപ്പിച്ച് നിദ്ര അവിടെ തറഞ്ഞു നിന്നു. പിന്നെ അവൾ കേട്ടത് കുഴഞ്ഞു തുടങ്ങിയ ശബ്ദമാണ്. അമ്മയൊന്ന് പോയി, ഞാൻ കുടിക്കുകയോ കുളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. നിങ്ങൾക്കൊക്കെ ഇനിയും മതിയായില്ലേ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട്? എൻ്റെ അടുത്തുനിന്നും അവളെ പറഞ്ഞയച്ചിട്ട് എന്തായി? അവൾക്കിപ്പോൾ എന്നെ വേണ്ട. എല്ലാവർക്കും തൃപ്തിയായി കാണുമല്ലോ. രുദ്രൻ്റെ മനസ്സിലെ കഠിനമായ വേദനകൾ സ്വരത്തിലൂടെ നിദ്ര തിരിച്ചറിഞ്ഞു. പിന്നെയും ഗായത്രി ദേവി എന്തെല്ലാമോ പറയുന്നതും രുദ്രൻ അതിനു മറുപടിയായി തർക്കുത്തരങ്ങൾ തിരിച്ചടിക്കുന്നതും എല്ലാം ഒരു പാവകണക്കി കേട്ടുകൊണ്ടിരുന്നു. ഇനിയും അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതോടെ ഗായത്രി ദേവി വേഗത്തിൽ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. നിദ്രമുറിയിൽ വാതിലിന് സമീപമായി ഒരു നോക്കുകുത്തിയെ പോലെ നിൽക്കുന്നത് കണ്ട് ഗായത്രി ദേവി വേഗം അവളെയും വിളിച്ച് പുറത്തേക്ക് നടന്നു. നീ പറഞ്ഞത് സത്യമാണോ മോളെ? ഇതുവരേക്കും ഇങ്ങനെ ഒരു ഇഷ്ടമുള്ളതായി നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് ആ പയ്യനെ ഇഷ്ടമാണോ? ഗായത്രി ദേവിയുടെ കണ്ണുകളിൽ മുഴുവൻ ദയനീയതയായിരുന്നു. നിദ്രയ്ക്ക് അവരോട് ഇനിയും കള്ളം പറഞ്ഞു പിടിച്ചു നിൽക്കാൻ വയ്യായിരുന്നു. നിദ്ര അവരെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. ഇല്ലമ്മേ, അങ്ങനെയൊന്നുമില്ല. ഇത്ര നാളും ദേവേട്ടനെ വിളിക്കാതെയും സംസാരിക്കാതെയും ഇരുന്നതിൻ്റെ ഒരു ചെറിയ പരിഭവം തീർത്തതാണ്. എല്ലാം ആനിയുടെയും പിള്ളേരുടെയും പ്ലാനാ. നിദ്ര പറയുന്നത് കേട്ടപ്പോൾ ഗായത്രി ദേവി നെഞ്ചിൽ കൈവച്ചു പോയി. അവർക്ക് എന്തുകൊണ്ടോ വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട്. നല്ല കാര്യം, ഇപ്പോൾ ഇത്രയ്ക്കൊക്കെ സംഭവിച്ചുള്ളൂ. നീ പറഞ്ഞത് സത്യമായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ കാണേണ്ടി വന്നേനെ ഞാൻ. അവർ നിറഞ്ഞു വന്ന മിഴികൾ തുടച്ചുകൊണ്ട് അവൾക്ക് നേരെ ഒരു ചിരി ചിരിച്ചു. ആരോടെങ്കിലും സത്യം തുറന്ന് പറഞ്ഞപ്പോൾ വീർപ്പ് മുട്ടിക്കൊണ്ടിരുന്ന നിദ്രയുടെ ഹൃദയത്തിനും ഒരാശ്വാസം തോന്നി. നീ ഇല്ലാതിരുന്ന വർഷം അത്രയും അവന് ഭ്രാന്ത് പോലെയായിരുന്നു. നീ വരാൻ ഒരു മാസമേ ഉള്ളൂ എന്നറിഞ്ഞതോടെ അവൻ ഇത്തിരിയെങ്കിലും ഒന്ന് ഉഷാറായത്. നിന്റെ വഴക്കും പരിഭവവും ഒക്കെ മതിയാക്കിക്കോ. ഞാൻ അവൻ്റെ മകനോടൊരു വാക്ക് പറഞ്ഞിരുന്നു.
നീ തിരികെ വന്ന അവനുള്ളതാണ് നീയെന്ന്. ഒരു നിമിഷം ഈ അമ്മ പോലും ഒന്ന് ഭയന്നു പോയി. കൂട്ടുകാരികൾ അതും ഇതുമൊക്കെ പറയും. ജീവിതം നിന്റെയാണ്. ചെന്നവനെ സമാധാനിപ്പിക്കാൻ നോക്ക്. അവളെ രുദ്രന്റെ മുറിയിലേക്ക് വിട്ടുകൊണ്ട് ഗായത്രി ദേവി സമാധാനത്തോടെ ഉറങ്ങാൻ പോയി. നിദ്ര ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി. കർട്ടൻ മാറ്റി ബാൽക്കണിയിലെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കുപ്പിയോടുകൂടി അങ്ങനെയൊക്കെ വായിലേക്ക് കമിഴ്ത്തി വെച്ച് രുദ്രൻ മദ്യപിക്കുന്നത് നിദ്ര കണ്ടു. നിദ്ര കർട്ടൻ പടിയാക്കി. കബോർഡിൽ തപ്പിയാൽ തൻ്റെ പഴയ സാരികൾ കിട്ടുമെന്ന് അവൾക്കറിയാം. താൻ സാരി ഉടുത്ത് കാണുന്നതായിരുന്നു അവനെപ്പോഴും ഇഷ്ടം. ധരിച്ചിരുന്ന ഒലീവ് ഗ്രീൻ നിറമുള്ള ക്രോപ്പ് ടോപ്പും സ്കേർട്ടും മാറ്റിയിട്ട് അതിൽ നിന്നും അവൾ ഒരു ലൈറ്റ് ഗ്രേ ഗ്രാസ് ടിഷ്യൂ സാരി എടുത്തെടുത്തു. കണ്ണാടിയിൽ നോക്കി മുടികൾ ഭംഗിയാക്കി കഴിഞ്ഞതും മെല്ലെ ബാൽക്കണിയിലെ ഗ്ലാസ് നീക്കി അവൾ പുറത്തേക്ക് കടന്നു. അമ്മയോടല്ലേ ഞാൻ പറഞ്ഞത് പൊയ്ക്കൊള്ളാൻ? രുദ്രന്റെ ഉറക്കെയുള്ള സ്വരം കേട്ടപ്പോൾ നിദ്ര പെട്ടെന്നൊന്ന് നിന്നു. അവൻ മുഖമുയർത്തി നോക്കിയിരുന്നില്ല. അവൻ്റെ അരികിലേക്ക് നടക്കുമ്പോൾ അവൾക്ക് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പൊയ്ക്കോ, ഇങ്ങോട്ടാരും വരണ്ട. ഒഴിഞ്ഞ മദ്യക്കുപ്പി നിലത്തേക്ക് കുത്തിക്കൊണ്ട് രുദ്രൻ അലമുറയിട്ട് പറഞ്ഞതുകൊണ്ട് തിരിഞ്ഞപ്പോൾ നിദ്ര വരുന്നത് കണ്ടവൻ നിശബ്ദനായി. അവളെ കണ്ടിട്ടും അവൻ തിരിഞ്ഞിരുന്നു. അടുത്ത മദ്യക്കുപ്പി പൊട്ടിച്ചതും അവളുടെ ഉള്ളൊരുകി. മെല്ലെ നടന്നു ചെന്ന് അവൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നിട്ടും രുദ്രൻ അവളെ ഒരു മാത്രം അലക്ഷ്യമായി നോക്കിയ ശേഷം വേറെങ്ങോട്ടോ നോട്ടം തെന്നിച്ചു. എന്നിട്ടും മദ്യം അതേപടി വായിലേക്ക് കമഴ്ത്താൻ തുടങ്ങിയതും നിദ്ര അവൻ്റെ കൈത്തണ്ടയിൽ കയറി പിടിച്ചു. മതി കുടിച്ചത്, നിങ്ങൾ ചെമ്മീനിലെ പരീക്കുട്ടിയാകാൻ പോകുവാണോ? നിദ്ര ദേഷ്യത്തിൽ പറഞ്ഞു വകവയ്ക്കാതെ അവളുടെ കൈ പിടിച്ചു മാറ്റി അവൻ പിന്നെയും അത് തന്നെ തുടർന്നു. അവളുടെ കണ്ണുനീർ തുടങ്ങിയിരുന്നു. അവൻ്റെ കോലം കണ്ടിട്ട് അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. മുടിയാകെ നീട്ടി വളർത്തി മീശയും താടിയും ഒന്ന് ട്രിം ചെയ്തു പോലും നിർത്താതെ അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൾക്ക് സങ്കടമേറി. നിദ്രയെ ആ മുഖം കൈക്കുമ്പിളിൽ പിടിച്ചെടുത്ത് അവൾക്ക് നേരെ ബലമായി തിരിച്ചു. രുദ്രൻ അവളെ തടഞ്ഞില്ലെങ്കിൽ കൂടിയും അവൻ്റെ നോട്ടം മറ്റേതോ ഭാഗത്തേക്കായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സോറി. നിദ്രയുടെ ചുണ്ടുകൾ വിതുമ്പി. എന്നിട്ടും അവളെ നോക്കാതെ അവൻ പിന്നെയും മദ്യപിക്കാൻ തുടങ്ങിയതും നിദ്ര അവൻ്റെ കയ്യിൽ നിന്ന് കുപ്പി ബലമായി പിടിച്ചെടുത്തു. നിനക്കെന്താ വേണ്ടത്? രുദ്രൻ സ്വരമുയർത്തിയതും നിദ്ര രൂക്ഷമായി നോക്കിക്കൊണ്ട് ആ കുപ്പി അവളുടെ വായിലേക്ക് കമഴ്ത്താൻ തുടങ്ങി. വെള്ളം കുടിക്കുന്നത് പോലെ പെണ്ണ് തൊണ്ട തൊടാതെ മദ്യം വിഴുങ്ങുന്നത് കണ്ട് രുദ്രൻ്റെ കണ്ണ് തള്ളിപ്പോയി. എടി, കൂമ്പ് വാടിപ്പോകും. അവൻ അവളുടെ കയ്യിൽ നിന്ന് കുപ്പി പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചെങ്കിലും അവളത് തട്ടിമാറ്റി. പിന്നെയും ആ കുപ്പിയിൽ ബാക്കി അവശേഷിച്ചതൊക്കെയും കാലിയാക്കി. കുപ്പിയിൽ നിന്നും തലമാറ്റുമ്പോൾ ചുറ്റുമുള്ളതൊക്കെ കറങ്ങുന്ന ഒരു അനുഭൂതി അവൾക്കുണ്ടായി. തൊണ്ട പൊള്ളുന്നത് പോലെ തോന്നിയിട്ട് നിദ്ര ചുമയ്ക്കാൻ തുടങ്ങിയതും രുദ്രൻ അവളുടെ നേർക്ക് വെള്ളം നീട്ടി. വെള്ളം കുടി. അവളുടെ കുടി കണ്ടതോടെ അവൻ്റെ കെട്ടെല്ലാം ആവിയായി പോയിരുന്നു. നിദ്ര ജഗ്ഗിൽ നിന്നും വെള്ളം മടമട ആർത്തിപ്പോണ്ട് കുടിക്കാൻ തുടങ്ങിയതും പാതിയിലധികം വെള്ളം അവളുടെ കഴുത്തും സാരിയും എല്ലാം നനച്ചുകൊണ്ട് താഴേക്കൊഴുകിയിരുന്നു. രുദ്രൻ അവളെ നോക്കി കിളി പോയിരിപ്പാണ്. അപ്പോഴേക്കും നിദ്രയ്ക്കാകെ കിക്കായിട്ടുണ്ടായിരുന്നു. എവിടെടോ, എടുക്ക്. നാവെപ്പോഴേക്കും കുഴഞ്ഞു തുടങ്ങിയിരുന്നു അവളുടെ. രുദ്രൻ കണ്ണുമിഴിച്ച് അവളെ നോക്കി. ഇനിയും അടുത്ത കുപ്പി പൊട്ടിക്കാനാണോ അവൾ ഈ പറയുന്നത് എന്നോർത്ത് രുദ്രൻ പകച്ചു പണ്ടാരമടങ്ങി. നിദ്രയാണെങ്കിൽ എന്തോ തിരയുന്നത് പോലെ ചുറ്റും നോക്കുന്നുണ്ട്. രുദ്രൻ അവൾ കാണാതെ മറ്റുള്ള കുപ്പികൾ വിരൽ കൊണ്ട് മെല്ലെ അവൻ്റെ പിന്നിലേക്ക് നീക്കി മാറ്റി. എടോ, എടുക്കാൻ. നിദ്ര ഉച്ചത്തിൽ ഒച്ചയിട്ടുകൊണ്ട് അവൻ്റെ താടിക്കിട്ട് ഒരു തട്ട് തട്ടിയപ്പോൾ ആരെങ്കിലും കേട്ട് അവളെ ഈ കോലത്തിൽ കാണുമോ എന്ന് പേടിച്ച് രുദ്രൻ വേഗത്തിൽ അവളുടെ വാപൊത്തി പിടിച്ചു. നിദ്ര അപ്പോഴും എന്തൊക്കെയോ വായിട്ടലച്ചെന്നിറങ്ങുന്നുണ്ട് അവൻ്റെ കൈക്ക് കീഴെ. എന്താണ് അവൾ ഈ ചോദിക്കുന്നത് എന്നായിരുന്നു അവൻ്റെ സംശയം. ഒടുക്കം നിദ്ര അവൻ്റെ കയ്യിൽ മുറുകെ കടിച്ചപ്പോൾ രുദ്രൻ അലറിപ്പോയി. അവൻ കയ്യിൽ ഊതിക്കൊണ്ട് കൈ കുടയുന്നത് കണ്ടപ്പോൾ നിദ്ര ആർത്ത് ചിരിക്കുകയായിരുന്നു. ഇത്ര പെട്ടെന്ന് കിക്കാകാൻ മാത്രം ഇവളേതോ മാട്ട് സാധനം മുന്നേ കുടിച്ചിട്ടാണ് വന്നതെന്ന് രുദ്രൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും നിദ്ര അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവൻ്റെ കണ്ണുകളിൽ തന്നെ രൂക്ഷമായി നോക്കി. അവളുടെ അടുത്ത നീക്കം എന്താണെന്നറിയാതെ രുദ്രൻ ഒന്ന് ഭയന്നു പോയിരുന്നു. താൻ അതുകൊണ്ട് കളഞ്ഞു അല്ലേ? പതിഞ്ഞ സ്വരത്തിൽ നാവ് കുഴഞ്ഞ് നിദ്ര ചോദിച്ചപ്പോൾ അവനും അതുപോലെ അവളോട് തിരികെ ചോദിച്ചു. എന്തോ ഒലക്കെയാണിടി നീ കിടന്ന് ചോദിക്കുന്നേ? അവന് ദേഷ്യം വന്നു. അവൾക്കും ദേഷ്യം വന്നു. എൻ്റെ താലി താൻ കൊണ്ട് കളഞ്ഞു അല്ലേ? കളയാനോ? ദൈവദോഷം പറയാതെടി. രുദ്ര നിഷ്കളങ്കമായി വാപൊത്തി. ഓ, എന്തൊരഭിനയം! നിങ്ങൾക്ക് ഓസ്കാർ കിട്ടും. എന്നിട്ട് എവിടെയത്? നിനക്കെന്തിനാ? നീ ആടെ എവിടെ കെട്ടാൻ പോകല്ലേ? ഞാനപ്പോൾ ഇത് ആനയ്ക്ക് കൊടുത്തോളാം. അവൾക്ക് എന്നെ ഒരു നോട്ടമുണ്ട്.
പോക്കറ്റിൽ നിന്നും രുദ്രൻ അവളുടെ ആലിലത്താലി വലിച്ചെടുത്ത് വായുവിൽ ഉയർത്തി പിടിച്ചു പറഞ്ഞപ്പോൾ നിദ്ര കണ്ണുകൾ ചുരുക്കി വെച്ച് അവനെ നോക്കി. കണ്ണടച്ചൊരൊറ്റ അടിയായിരുന്നു. രുദ്രൻ മുഖത്ത് കൈവച്ച് കണ്ണും തള്ളി അവളെ നോക്കി. നിദ്ര പിന്നെ ഒരൊറ്റ കരച്ചിലായിരുന്നു. അത് കണ്ടതും രുദ്രന്റെ തലയിലെ സകല കിളികളും പറന്നുപോയി. എന്നെ തല്ലിയിട്ട് ഇവളെന്തിനായി കടന്നു പോകുന്നത് എന്നൊരു എക്സ്പ്രഷൻ ആയിരുന്നു അവൻ്റെ മുഖത്ത്. നിങ്ങൾക്ക് പണ്ടേ കണ്ട പെണ്ണുങ്ങളോടെ നോട്ടം. ആദ്യം ഒരു ചാറ, ഇപ്പോൾ ആരെയാ, എൻ്റെ ആനിയോ? കരയുന്നതിനിടയിൽ നിദ്ര പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. നിർത്തടി! രുദ്രൻ പൊടുന്നനെ അവളെ നോക്കി അലറി. നിദ്ര സ്തംഭിച്ചു പോയി. സ്വിച്ചിട്ടതുപോലെ അവളുടെ കരച്ചിൽ നിന്നു. രുദ്രൻ തീ പാറുന്ന നോട്ടത്തോടെ അവളുടെ കവിളിൽ കൈ കുത്തിപ്പിടിച്ചു മെല്ലെ അവൻ്റെ നേർക്ക് ചെരിച്ചു പിടിച്ചു. അവനുള്ളിൽ ചിരി വരുന്നുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ അവളെ രണ്ട് ചീത്ത പറഞ്ഞില്ലെങ്കിൽ പെണ്ണ് വീണ വായിക്കും പോലെ കരഞ്ഞുകൊണ്ടിരിക്കും എന്നവനറിയാം. അതുപോലെയാണ് സാധനം അകത്ത് ചെന്നിരിക്കുന്നത്. കണ്ണുകൾ ചുരുക്കി പുരികം ചുളിച്ച് രുദ്രൻ അവളെ നോക്കി. നിദ്ര കണ്ണു പോലും ചിമ്മാതെ അവൻ്റെ കയ്യിൽ തളർന്നു കിടപ്പാണ്. കുറെ നേരം കൂടി അവൻ അവളെ അങ്ങനെയോ നോക്കി കിടന്നതോടെ കഴുത്ത് കഴിച്ചപ്പോൾ നിദ്ര പൂർണ്ണമായും തളർന്ന അവൻ്റെ കയ്യിൽ ശരീരം മുഴുവൻ താങ്ങും വിധം കിടപ്പിലായി. അവളുടെ ഒരു ആനയും കോണിയും കുറേയായി എന്നെ വട്ട് കളിപ്പിക്കുന്നു. ഇനി പറ, ആ കൂടെ വന്ന പയ്യൻ്റെ ഒപ്പം നിനക്ക് പോണോടി? രുദ്രൻ അലറും പോലെ ചോദിച്ചപ്പോൾ നിദ്ര അവൻ്റെ ചുണ്ടിൽ അവളുടെ ചൂണ്ട് വിരൽ വെച്ച് അമർത്തി. ഷ്, മെല്ലെ പറ, ആരേലും കേൾക്കും. നിദ്ര പറയുന്നത് കേട്ട് രുദ്രൻ തലയിൽ കൈവച്ചു പോയി. ഈ പെണ്ണ്! രുദ്രൻ കലി വന്ന് അവൻ്റെ കൈവിട്ടതും രുദ്ര അവൻ്റെ മടിയിലേക്ക് വീണുപോയി. ചെറിയൊരു നിലവിളി ശബ്ദം ഉയർന്ന അവളിൽ നിന്നും. രുദ്രൻ നോക്കുമ്പോൾ ചെറിയൊരു മയക്കം ഭാവിച്ച മുഖത്തോടെ ചെറുചിരിയായി കണ്ണുകൾ അടച്ച് കിടപ്പാണ് പെണ്ണ്. ഒരു നല്ല പാട്ട് ആസ്വദിക്കും പോലെ അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു. രുദ്രൻ അവളുടെ കഴുത്തിനരികിലേക്ക് മുഖം ചേർത്തപ്പോൾ ഇക്ലി കൊണ്ടതുപോലെ ഒന്ന് കഴുത്ത് വെട്ടിച്ചു നിദ്ര. പറ, അവൻ്റെ കൂടെ പോകുമോ നീ? ഇത്തവണൻ്റെ സ്വരം മാത്രമായിരുന്നു. അവൾക്ക് അവൻ്റെ ചുടുനിശ്വാസം കഴുത്തിൽ തട്ടി പൊള്ളുന്നത് അറിയാൻ കഴിഞ്ഞു. രുദ്രൻ മുഖം ഉയർത്താൻ തുനിഞ്ഞതും നിദ്ര അവനെ തടഞ്ഞുകൊണ്ട് അവൻ്റെ മുടിക്കുള്ളിൽ കൈകോർത്ത് ആ മുഖം അവളുടെ കഴുത്തിലേക്ക് തന്നെ താഴ്ത്തി വെച്ചു. അവളുടെ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നത് അവൻ അറിയാൻ കഴിഞ്ഞു. അവളുടെ ഇടുപ്പിലേക്ക് രുദ്രൻ്റെ കൈകൾ അരിച്ചിറങ്ങിയതും അവൻ്റെ കയ്യിൽ താലി തടഞ്ഞു. രുദ്രൻ മുഖം ഉയർത്തി നോക്കിയതും നിദ്ര കണ്ണുകൾ തുടർന്നു. ഇനി ഇതില്ലാണ്ട് വേണ്ടല്ലോ. രുദ്രൻ അവളുടെ മുടിയിഴകൾ ഒതുക്കി മാറ്റി താലി നിദ്രയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. ശേഷം അവളുടെ കഴുത്തിലേക്ക് തന്നെ താലിയോടെ ലോക്കറ്റ് ചേർത്ത് നേരെ പിടിച്ചിട്ടു. പൂനിലാവുദിച്ചതുപോലെ ഒരു പുഞ്ചിരി നിദ്രയുടെ മുഖത്തുണ്ടായി.